എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ 5 എൽഡേഴ്സിനായിരിക്കും കാണിക്കുക. അവരാണെങ്കിൽ ന്യൂസ് പേപ്പർ കണ്ട് ഷോക്കാവും. കാരണം ഫിയുടെ പുതിയ ബൗണ്ടി അത് അടിക്കാനായിട്ട് അവന്റെ പ്രിന്റ് ചെയ്ത ഫോട്ടോ അത് ആ ജോയ് ബോയ് സ്റ്റൈലിലുള്ള ഫോട്ടോ ആണ്. എൽഡേഴ്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെയുള്ള നേവിക്കാരോട് പറയും, ഒരു കാരണവശാലും ഇങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. ജോയ് ബോയ് തിരികെ വന്നുവെന്ന് ജനങ്ങൾ അറിയാനായിട്ട് പാടില്ല. എത്രയും വേഗം ഇത് റീപ്രിന്റ് ചെയ്യണമെന്ന് പറയും. സോൾജേഴ്സ് ആണെങ്കിൽ യൂണിറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ കോൺടാക്ട് അത് കണക്ട് ആവില്ല. അതേസമയം ഇവിടെ പ്രിന്റിംഗ് വളരെ കാര്യമായിട്ട് നടക്കുകയാണ്. മോർഗൻ ആണെങ്കിൽ ഇപ്പോൾ അവന്റെ അസിസ്റ്റൻസിന് എല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുക്കും. എത്രയും വേഗം ഈ ഒരു പത്രം അതെല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതൊക്കെ ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇതങ്ങനെ മറഞ്ഞിരിക്കേണ്ട കാര്യമല്ല, ലോകം അറിയേണ്ട കാര്യമാണ്. സോ നിങ്ങളിത് ലോകത്തെ അറിയിക്കണം എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് ആ പത്രം സപ്ലൈ ചെയ്യിപ്പിക്കും. നമ്മുടെ കോപ്പീസ് അതൊന്നുപോലും മിസ്സാവാനായിട്ട് പാടില്ല. വീണ്ടും എക്സ്ട്രാ കോപ്പീസ് അടിക്കാനായിട്ട് അവനാണെങ്കിൽ നിർദ്ദേശം കൊടുക്കും. ജനങ്ങളാണെങ്കിൽ ന്യൂസ് കേട്ട് കാവുവാണ്. വേസ്റ്റ് ജനറേഷനിലുള്ള പൈററ്റ്സ് അവർ ശരിക്കും സ്ട്രോങ് ആണെന്ന് അവർ തിരിച്ചറിയും. കാരണം 3 പൈററ്റ്സ് 3 പേരും ചേർന്നാണ് വാർലോഡ്സ് ആയിരുന്ന ബിഗ് മോമിനെയും കൈഡോയെയും ആ 2 ശക്തികളെ ഇല്ലാതാക്കി എന്നെ തിരികെ പിടിച്ചത്. അവരെല്ലാവരും ആ ഒരു ന്യൂസ് വായിച്ച് ഷോക്കായിട്ട് നിൽക്കും. അവരെ കൊണ്ട് അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. വർഷമായിട്ട് വാർലോഡ്സ് ആയിട്ട് ജീവിച്ചിരുന്നവരാണ് ബിഗ് മോമും കൈഡോയും. അവർ രണ്ടുപേരെയും തോൽപ്പിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവർ രണ്ടുപേരെയും ഓയും യൂസ്റ്റസ് കിഡും ലൂഫിയും അവർ 3 പേരും ചേർന്ന് തോൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരുടെ 3 പേരുടെയും ബൗണ്ടി 3 ബില്യൺ ആയിട്ട് അങ്ങനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത യൂസ്റ്റസ് കിഡിനെ കാണിക്കും. അവനാണെങ്കിൽ ടെൻസ്ഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുതുതായിട്ട് തെരഞ്ഞെടുത്ത ആ വാർലോഡ് ആ ആളെ കണ്ട് അവൻ ഷോക്കായിരിക്കുകയാണ്. ഇവിടെ ഫ്ലവർ ക്യാപിറ്റലിലാണെങ്കിൽ വിരുന്നിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേറെ ലെവലിൽ പോവാണ്. മെയിൻ ഷെഫും അവന്റെ അസിസ്റ്റൻസ് ഷെഫുകളും അവരെല്ലാവരും ചേർന്ന് 2 മണിക്കൂറായിട്ട് മുഴുവൻ മനസ്സും അർപ്പിച്ച് ഇപ്പൊ ഫുഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അവരുടെ ഫുഡ് കഴിക്കുന്നത് ഒരേ ഒരാളാണ്, സാക്ഷാൽ ജിംബൈ. അവനാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അതേസമയം ഇവിടെ യമട്ടോയും ലൂഫിയും അവർ രണ്ടുപേരും ആ ഗ്രാമത്തിലുള്ള ഫുഡ് ഫെസ്റ്റിവൽ അത് എൻജോയ് ചെയ്യുകയാണ്. ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഫുഡ് ലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവന് യമട്ടോയും ചേർന്ന് കയ്യിൽ കിട്ടുന്ന ഫുഡുകളെല്ലാം തന്നെ ട്രൈ ചെയ്യുകയാണ്. ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ആൾക്കാർ ഇപ്പൊ ഗെയിംസ് കളിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഗെയിം എല്ലാം തന്നെ താറുമാറായിട്ട് കളിക്കും, താറുമാറായിട്ട് ഉൾട്ടയായിട്ടൊക്കെ കളിക്കും. അതേസമയം യമട്ടോ ആണെങ്കിൽ ഫിഷിംഗ് ഗെയിം കളിക്കുകയാണ്. അവർക്ക് സപ്പോർട്ടായി ചോപ്പർ അവിടേക്ക് വന്ന് ഒരുപാട് ഫിഷുകളെ പിടിക്കും. ബ്രൂക്ക് അവൻ ഗിറ്റാറൊക്കെ വായിച്ച് മ്യൂസിക്കിൽ അവിടെയുള്ളവരെ എൻജോയ് ചെയ്യിപ്പിക്കും. ബ്രൂക്കിനോടൊപ്പം തന്നെ വിശ്വസുന്ദരി അവളും അവിടേക്ക് വന്ന് പാട്ട് പാടാനും മ്യൂസിക് വായിക്കാനും തുടങ്ങും. ജനങ്ങളാണെങ്കിൽ വേറെ ലെവലിൽ അത് ആസ്വദിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ റോബിൻ, അവളാണെങ്കിൽ ചിരിപ്പെണ്ണിന്റെ മാസ്റ്റർ ആള് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് റയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കും. പഴയ കുറെ പാവകള്, പോണോഗ്ലിഫുകൾ, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ. ആളാണെങ്കിൽ വമ്പം ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് റോബിനോട് ചോദിക്കും, എന്തുപറ്റി, നീ ഇതൊക്കെ കണ്ട് വണ്ടർ അടിച്ചോ? അതിന് അവളാണെങ്കിൽ ക്യാഷ്ഡായിട്ട് പറയും, ഇല്ല. മാസ്റ്ററിനാണെങ്കിൽ അതൊരു കനത്ത അടി തന്നെയായിട്ട് തോന്നും. എൻ്റെ സീക്രട്ട് സ്പേസ് ആണ്. ഒരുപാട് കാലമായിട്ട് എനിക്ക് കിട്ടുന്ന റയർ ആയിട്ടുള്ള സാധനങ്ങൾ അത് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യാറുണ്ട്. അധികം ആരെയും ഞാൻ ഇവിടേക്ക് കടത്തിവിടാറില്ല എന്ന് പറഞ്ഞ് ഓരോന്നിനെ കുറിച്ചും ആൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പൊ റോബിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും മനസ്സിലാക്കി മുൻപോട്ടേക്ക് പോകും. റോബിനാണെങ്കിൽ ഇപ്പൊ ആ മാസ്റ്ററിനെ കാണുമ്പോൾ എന്തൊക്കെയോ സംശയം തോന്നും. സത്യത്തിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതിന് ആ മാസ്റ്റർ ആണെങ്കിൽ ആളുടെ മാസ്ക് അങ്ങനെ ഊരുകയാണ്. അത് മറ്റാരുമല്ല, കൊസുക്കി സുക്കിയാക്കി സാക്ഷാൽ ഓടന്റെ പപ്പ, അതായത് മൊമന്റോസ്കിയുടെ ഗ്രാൻഡ് പ. ആളാണെങ്കിൽ വർഷങ്ങളായിട്ട് ആ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് അവിടെ അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒളിച്ച് താമസിക്കുകയായിരുന്നു. സത്യത്തിൽ അപമാന ഭാരം അതാണ് ആളെ കൊണ്ട് അപ്രകാരം ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഒറോച്ചിക്ക് ആ ഒരു ഐലാൻഡ് വെച്ച് കൈമാറിയതിനു ശേഷമാണ് ഐലാൻഡ് ഇത്തരത്തിൽ വലിയൊരു പതർച്ചയിലേക്ക് പോയത്. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ കാർക്കിച്ച് തുപ്പുമെന്നുള്ള ഭയം അത് പേടിച്ചാണ് ഇത്തരത്തിൽ ആൾമാറാട്ടം നടത്തി ഇത്രയും കാലവും ജീവിച്ചു വന്നത്. ഇതാ വർഷങ്ങൾക്ക് മുൻപ് ആളെ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷെ ടൊക്കി പറഞ്ഞ ആ ഒരു വാക്ക് 20 വർഷങ്ങൾക്ക് ശേഷം അവർ തിരികെ വരുമെന്നും കൂടെ ഈ ഒരു ഐലാൻഡ് അത് തിരികെ പിടിക്കുമെന്നും പറഞ്ഞ വാക്ക്, അതിനുവേണ്ടിയാണ് ആൾ ഇത്രയും കാലവും ജീവിച്ചിരുന്നത്. റോബിനാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാര്യം അറിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ എല്ലാവരും സന്തോഷിക്കും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നാനോ കിൻഡത്തിലാണ് ആൻഷ്യൻ വെപ്പൺ പ്ലൂട്ടോൺ അതുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അത് കേട്ട് ആൾ ഷോക്കാവും. അൺബിലീവബിൾ. നിനക്കെങ്ങനെ അതിനെക്കുറിച്ച് അറിയാം? നീ കേട്ടത് സത്യമാണ്. ആ ഒരു ആൻഷ്യൻ വെപ്പൺ അത് ഇവിടെ തന്നെയാണുള്ളതെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ ആ ഒരു പ്രസൻ കാണിക്കും. അവിടെയാണെങ്കിൽ അരമൊക്കെ കൈഡോട് അസിസ്റ്റൻസുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പ്രധാനമായിട്ട് നമ്മുടെ കിങ്ങും ക്വീനും അവർ രണ്ടുപേരും ഇതുവരെ മരണപ്പെട്ടിട്ടില്ല. അരമൊക്കെയാണെങ്കിൽ നേവിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾജിയർ ആണ്. അവനെതിരെ ഇപ്പൊ കിങ്ങും ക്വീനും അവന്റെ അസിസ്റ്റൻസും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. വാർഡനാണെങ്കിൽ വിളിച്ചു പറയും, ഞങ്ങളുടെ കിങ്ങിന്റെയും
ക്വീൻ്റെയും പവർ നിനക്കറിയില്ല. തീർച്ചയായിട്ടും നീ അവൻ്റെ മുൻപിൽ തോറ്റുപോകുമെന്ന് പറഞ്ഞ് അവനും അവൻ്റെ അസിസ്റ്റൻസും ഇപ്പോൾ അരമക്കയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കുകയാണ്. അരമക്കയ്ക്കാണെങ്കിൽ വുഡ് പവറാണ്. അവനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഒരുപാട് വുഡ് ബ്രാഞ്ചസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെ എല്ലാവരെയും തല്ലി തല്ലി കൊല്ലുകയാണ്. അല്പസമയം കഴിഞ്ഞ് അവിടെ ഫൈറ്റ് ചെയ്യാൻ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥ അത് അരമൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഇനി അവശേഷിക്കുന്നത് സാക്ഷാൽ കിങ്ങും ക്വീനും മാത്രമാണ്. നമ്മുടെ ആൾക്കാർക്ക് ടഫ് കൊടുത്ത ക്വീനിനെ ഒറ്റ അടിയിൽ ആ ഒരു നേവി ഓഫീസർ തെറിപ്പിച്ച് കളയാണ്. അതിനുശേഷം ഡിഫൻസിൽ പവർഫുള്ളായ ഇങ്ങനെ പിടിച്ചു വലിച്ച് പുറഞ്ച അടിച്ച് ആ വുഡ് അവൻ്റെ ദേഹത്തേക്ക് കുത്തി ഇറക്കും. അതിനുശേഷം അവൻ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ക്വീനാണെങ്കിൽ ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയില്ല. അവൻ ഒരുപാട് വേദനയിൽ എഴുന്നേക്കാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ആ നേവി ഓഫീസർ വുഡ് അവൻ്റെ ദേഹത്ത് കുത്തി ഇറക്കി അവൻ്റെ ജയന്റ് സൈസിലുള്ള ബോഡിയിൽ നിന്ന് വാട്ടർ കണ്ടന്റ് അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അത് അബ്സോർബ് ചെയ്തെടുക്കും തോറും അവൻ്റെ സൈസ് അങ്ങനെ കുറഞ്ഞ് അവൻ ഉണക്കമാങ്ങ പോലാവും. അതിനുശേഷം അവനാണെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരുടെയും ബോഡിയിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. പിന്നീട് ജ്യൂസ് കണ്ടെയ്നറിൽ നിന്ന് അവൻ്റെ വുഡ് പവർ ഉപയോഗിച്ച് ജ്യൂസ് അങ്ങനെ കുടിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു വാർഷിപ്പ് അതെനിക്ക് എത്രയും വേഗം ഇവിടെ എത്തിച്ചു തരണമെന്ന് നേവി ബേസിൽ അറിയിക്കും. മാത്രമല്ല ഒരു കാരണവശാൽ ഈ കാര്യം അക്കൈനോ അറിയരുത്. ഞാൻ അക്കൈനോയെ ഒരു റോൾ മോഡലായിട്ടാണ് കാണുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഇവിടെയുള്ള മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. നേവി ഓഫീസറിന്റെ ഒരേ ഒരു ലക്ഷ്യം ലൂഫിയെ തല്ലിക്കൊല്ലുക എന്നതാണ്. അവനാണെങ്കിൽ ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ടെററായിട്ട് നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ലൂഫി അവനാണെങ്കിൽ ആ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരും. അതിനുശേഷം എല്ലാവരോടും പറയും, ഇതാണ് നമ്മുടെ ദിവസം. നിങ്ങൾ ഇനി ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ ഭയപ്പെടുത്താനോ ഉപദ്രവിക്കാനോ യൂട്ടിലൈസ് ചെയ്യാനോ ഇനി ഇവിടേക്ക് ആരും വരില്ല എന്ന് പറയും. അത് കേട്ട് ജനങ്ങൾ രാട്ടവും പാട്ടവും ഡ്രിങ്ക്സും ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ അട്ടിച്ച് പൊളിക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ സന്തോഷത്തിൽ ലൂഫിയെ തന്നെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ കൈഡോയെ തകർത്തതിന് ശേഷം ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കിയോട് പറയും, കൈഡോയെ കൊന്നത് ഞാൻ മാത്രമാണെന്ന് ആരും അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വലിയൊരു സൂപ്പർ ഹീറോ ആയിട്ടായിരിക്കും പിന്നീട് കാണുക. അതെനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. മൊമന്റോസ്കിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര കൺഫ്യൂഷൻ. ആൾക്കാർ നിന്നെ പ്രൈസ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ, നീ എന്തിനാണ് അത് വേണ്ടാന്ന് വെക്കണേ? ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഓ നോ, ജനങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ നീയാണ്. ഇത്രയും നാളും പേടിച്ചു വരണ്ടിരുന്ന അവർക്ക് പുതിയ പ്രതീക്ഷയാവാൻ പോകുന്നത് നീയാണ്. സോ കൈഡോയെ കൊന്നത് നീയാണെന്ന് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസവും നിന്നോടും ഓടനോടും നിങ്ങളുടെ തലമുറയോടുള്ള സ്നേഹവും കൂടും. മാത്രമല്ല അവരുടെ പേടി അതെന്നേക്കുമായിട്ട് ഇല്ലാതാവും. എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും യൂസ്റ്റസ് കിഡ് അവിടേക്ക് ചാടി വീഴുക. ലൂഫി, ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ ലൂഫി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ തന്റെ കൈ അങ്ങനെ നീട്ടി യൂസ്റ്റസ് കിഡിനെ ചുരുട്ടിയെടുത്ത് ലോക്ക് ചെയ്യും. കറക്റ്റ് സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ യൂസ്റ്റസ് കിഡിന് നേരെ ഡ്രിങ്ക്സ് ഒക്കെ നീട്ടും. ഇത്രയും കാലവും സാമുറൈസ് അവരെല്ലാവരും കരുതിയിരുന്നത് പൈററ്റ്സ് അവർ നെഗറ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള പേഴ്സൺസ് ആണെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് എല്ലാ പൈററ്റ്സും ഒരുപോലെ അല്ല എന്നവർ തിരിച്ചറിയുന്നത്. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റും സന്തോഷവും പാർട്ടി ഒന്നും ആൾ കണ്ടിട്ടില്ല. മൊമന്റോസ്കി ആണെങ്കിൽ എല്ലാത്തിനും ലൂഫിയോട് നന്ദി പറയും. ഇവിടെ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ലൂഫിയോട് ദേഷ്യപ്പെട്ട് പറയും, ഞാൻ നിന്റെ പാർട്ടി ഒന്നും ആഘോഷിക്കാനല്ല ഇവിടേക്ക് വന്നത്, നീ ഈ ന്യൂസ് അതൊന്ന് വായിച്ചു നോക്കാനായിട്ട് പറയും. ലൂഫി ആണെങ്കിൽ ആ ഒരു ന്യൂസ് വായിച്ച് ഞെട്ടും. ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഓൾഡ് റെജിമയാണ്. ഇനിയാണ് പുതിയ എറ അത് സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത്. ബഗ്ഗി ഒരു എംപററാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ബിയർഡ്, ഷാങ്ക്സ്, നാലാമത്തെയും അവസാനത്തെ എംപറർ അത് മറ്റാരുമല്ല, സാക്ഷാൽ സ്ട്രോ ഹാറ്റ് ലൂഫി. അത് കേട്ട് അവൻ ഷോക്കാവും. കട്ട് ചെയ്ത ഇവിടെ ആ നേവി ഓഫീസറിനെ കാണിക്കും. ആളുടെ ലക്ഷ്യം ഫ്ലവർ ക്യാപിറ്റൽ തന്നെ ഇല്ലാതാക്കി ലൂഫിയെ കൊല്ലുക എന്നതാണ്. അവനാണെങ്കിൽ ഉറച്ച തീരുമാനമായി ഫ്ലവർ ക്യാപിറ്റലിലേക്ക് കടന്നു വരുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.